പ്രതിയെ ആക്രമിക്കാനും അവിടെ ശ്രമമുണ്ടായി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആലുവയിൽ അമ്മ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചർച്ചാ വിഷയം. അമ്മ തന്നെയാണ് ഈ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നത് എന്ന വാർത്ത തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ ഷോക്കായിരുന്നു. അതിന് പിന്നാലെ 1.5 വർഷത്തോളം സ്വന്തം ചെറിയച്ഛൻ ആ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്ന വാർത്ത കൂടി വന്നതോടെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും വിശ്വസിക്കാനാവാതെ തരിച്ചിരുന്നു പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ കണ്ടെത്തലുകളായിരുന്നു ശരിക്കും കേസിൽ വഴിത്തിരിവായി മാറിയത്. അമ്മ മകളെ കൊന്നു എന്നുള്ള രീതിയിൽ ഓൾറെഡി ജനശ്രദ്ധ കിട്ടിയൊരു സംഭവമായിരുന്നല്ലോ അത്. എന്നാൽ ചെറിയച്ഛൻ പീഡിപ്പിച്ചിരുന്നെന്ന വാർത്ത കൂടി വന്നതോടെ ഈ കേസിൽ ജനശ്രദ്ധ വീണ്ടും വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. മകളെ കൊന്ന അമ്മയെ പിന്നെ ആരും ശ്രദ്ധിക്കാതെയായി. ഫോക്കസ് മുഴുവനും ചെറിയച്ഛൻ എന്ന നാറിയിലേക്ക് മാറി. ഇയാളെ ജീവനോട് വിടരുത് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ജനരോഷം മാളിക്കത്തി. ഇയാളുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കോടതി ഇയാളെ അനുവദിച്ചതുമാണ്. പക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധം ഭയന്ന് പോലീസ് ഇയാളെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നില്ല. എന്നാൽ തെളിവെടുപ്പിനായിട്ട് ഇയാളെ കൊണ്ടുവരാതിരിക്കാൻ പോലീസിന് കഴിയൂലല്ലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇയാളെ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സ്ത്രീകളടക്കം ഒരുപാട് പേര് അവിടെ തടിച്ചുകൂടിയിരുന്നു. അയാളെ കണ്ടതോടെ വലിയൊരു സംഘർഷം തന്നെ അവിടെ നടന്നു എന്നുള്ളതാണ്. സ്ത്രീകളൊക്കെ തെറിവിളിയോടെയാണ് ഇയാളെ എതിരേറ്റത്. എന്നാൽ അതിനിടയ്ക്ക് ഇയാളെ മുഖം മറിച്ചത് നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ നരാധമന്റെ മുഖം ലോകം മുഴുവനും കാണണം, മുഖം മറിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞു നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. അതിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. 4 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉയർത്തി നാട്ടുകാർ. പ്രതിയെ ആക്രമിക്കാനും അവിടെ ശ്രമമുണ്ടായി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, കനത്ത പോലീസ് കാവലുള്ളത് കൊണ്ട് മാത്രമാണ് ഇയാൾ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേനെ. പോക്സോ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരാളുടെ മുഖം മറിക്കണമെന്നുള്ളത് കോടതി ഉത്തരവാണത്ര. മാധ്യമങ്ങൾ അടക്കം കുറ്റാരോപിതന്റെ മുഖം ബ്ലറാക്കി മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അത്ര നിയമം. അതുകൊണ്ടാണ് പോലീസ് ഇയാളുടെ മുഖം മറിക്കാൻ അനുവദിച്ചതും. അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം ഇയാളുടെ മുഖം ഇതുവരെ റിവീൽ ചെയ്യാതിരിക്കുന്നതും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരുപാട് വ്യാജ പോക്സോ കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് നിരപരാധികൾ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ എല്ലാവരും കാണുകയും ലോകം മുഴുവനും കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെടുകയും ചെയ്തതിന് ശേഷമായിരിക്കും അയാൾ നിരപരാധിയാണെന്നുള്ള കോടതി വിധി വരുന്നത്. അതാണെങ്കിലും ആരും അറിയാനും പോണില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാവാം കുറ്റാരോപിതന്റെ മുഖം കാണിക്കരുത് എന്നൊരു വിധി കോടതിയിൽ നിന്നും ഉണ്ടായത്. പക്ഷെ ഇവിടെ ഓൾറെഡി ആൾ പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞു കഴിഞ്ഞതാണ്. ചോദ്യം ചെയ്യലിനിടയിൽ പറ്റുപോയി സാറേ എന്നും പറഞ്ഞ് കരിഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത്. സോ അങ്ങനെ സ്വയം കുറ്റമേറ്റു പറഞ്ഞ ഒരാളുടെ മുഖം മറക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാട്ടുകാർക്കും പോലീസിന് ഈ നടപടി ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില നാട്ടുകാരുടെ പ്രതികരണങ്ങളും കൂടി ഒന്ന് കേട്ടോക്കാം. മക്കളെ വളർത്തുന്നതാണ്, അതുകൊണ്ട് അവൻ കൊല്ലണോ തന്നെ, അവന് മുഖം കാണിക്കേണ്ടി ഞങ്ങൾക്കും ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവൻ്റെ അത്രയ്ക്ക് ദേഷ്യം ഞങ്ങൾക്ക്. അത്ര നല്ലൊരു കൊച്ചായിരുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും, കാരണം നിങ്ങൾ അയൽവക്കാരാണെങ്കിലും പറ്റുള്ള നിൽക്കാൻ പറ്റണില്ല. അവരെ കണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾക്കൊക്കെ അത്ര സങ്കടമായിപ്പോയി. ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് വിറച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഈ ഒരു കേസ് അപമാനമായി മാറിയിട്ടുണ്ട്. ആരെ പ്രതിയുടെ മുഖം കാണിക്കാത്ത വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾ അഫക്ട് ചെയ്തത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇവർ ചേട്ടന്മാർ 2 പേരുണ്ട്. അതിന് ഈ സംഭവം നടന്ന പ്രതി അച്ഛൻ്റെ അനിയനാണ് പ്രതി എന്നുള്ള ന്യൂസൊക്കെ വന്നു. പക്ഷേ അതിന് 2 അനിയന്മാരുണ്ട്. അതിനകത്ത് എന്നെ രാവിലെ 6:30 എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ചേട്ടാ ഇതിനകത്ത് ആരാണ് പ്രതി. ഞാൻ വട്ടോട്ട് വരച്ചു കൊടുത്തു ഇതാ ആളാന്ന്. പക്ഷെ പല ആൾക്കാരും ഇവനെ ആരാന്നറിയില്ല. ഈ അനിയെന്ന് പറഞ്ഞവനെ പാവം അവൻ എങ്ങനെ ജീവിക്കണമെന്ന് ഇപ്പോൾ അറിയാലോ. ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബം കൊണ്ടു നടക്കണം, എന്നിട്ടും പുള്ളി ജീവിക്കുക ഇത്ര വർഷം വന്നിട്ടും. എന്നിട്ട് അവനാണോ ഇവനാണോ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ള പ്രതികൾ 5 പ്രതികളിൽ 5 ചേട്ടന്മാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളാണ്. ഈ ബാക്കി 4 പേരും ജനം സംശയിക്കില്ലേ? നിങ്ങൾ ചില ചാനലുകളിൽ മാത്രം ഓൺലൈനിൽ അതെല്ലാവരും കാണാൻ നിർബന്ധമില്ല. അതിനകത്ത് മാത്രമാണ് ഈ പ്രതിയുടെ ഫോട്ടോ ഒക്കെ എങ്ങനെ കിട്ടുന്നുള്ളൂ.
ബാക്കി അതൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഈ ഓൺലൈൻ മറ്റുള്ളതിനകത്തൊന്നും എല്ലാവരും വിശ്വസിക്കുന്നില്ല. ഇപ്പം നിങ്ങളൊരു നല്ലൊരു ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആളുകൾക്ക് ഫോട്ടോ അല്ലെങ്കിൽ നിയമം എന്താണെങ്കിലും ശരി ഇനിയാണെങ്കിലും ഇവൻ ഇത്രയും കുറ്റകൃത്യം ചെയ്തവൻ്റെ ഫോട്ടോ കൊടുത്തേ പറ്റൂ. അതത്രേ ഉള്ളൂ. കുറ്റമേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ഫോട്ടോ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഫോട്ടോ പോയിട്ട് പേര് പോലും മര്യാദയ്ക്ക് എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് 2 അനിയന്മാരുണ്ട്. ഇതിൽ ഒരാളാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചത്. പക്ഷെ ചെറിയച്ഛൻ എന്ന് എല്ലാവരും പറയുമ്പോൾ ഈ അച്ഛന്റെ 2 അനിയന്മാരെയും ആളുകൾ സംശയിക്കുമെന്നുള്ളതാണ്. ഇന്ന ആളാണ് ചെയ്തതെന്ന് സ്പെസിഫിക് ആയി എവിടെയും പറയാത്തത് കൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്തൊരു ചെറിയച്ഛനും കൂടി ആളുകളുടെ മുന്നിൽ കുറ്റവാളിയായി മാറുകയാണ്. എന്തായാലും ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള ചെറിയച്ഛന്റെ ആൾക്കാരും സുഹൃത്തുക്കളുമായിട്ടുള്ള ചില വ്യക്തികൾ അയാളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് കേട്ടോക്കാം. നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കുട്ടികളെ അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു. അത്ര നമുക്കറിയാവുള്ളൂ. നിങ്ങളറിഞ്ഞ ചാനലുകാരറിഞ്ഞ പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ എന്നിൽ നിന്ന് പറയാനുള്ളത്. പുള്ളിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? നാട്ടിലൊക്കെ എങ്ങനെയാണ് ആൾ ഇടപഴകുന്നതും ആളുകളൊന്നും അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഈ പിള്ളേരോട് അമിതമായിട്ടൊരു സ്നേഹമുണ്ട് എല്ലാ കുട്ടികളോട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ മകനെ സ്നേഹിക്കണം, നമുക്കത് വേണ്ടാന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്നേഹപ്രകടനം കുട്ടിയോടുണ്ടായിരുന്നു. എവിടെ പോയാലും കുട്ടികളെ കൊണ്ട് പോകും. അതോടൊപ്പം രാത്രിയാണെന്നോ പകലെന്നോ അങ്ങനെയൊന്നുമില്ല പുള്ളി കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ പല പ്രാവശ്യം വഴക്കും പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുകൊണ്ട് പറയാനുള്ളൂ. അതെന്തിനാ അന്ന് വഴക്കൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇളയച്ചനാണല്ലോ സ്ഥാനം കൊണ്ട്. ഇളയച്ചനാണ്. അപ്പം നമുക്ക് അതിന് കൂടുതലൊന്നും പറയാനും പറ്റൂല. കാരണം അവൻ്റെ ചേട്ടൻ്റെ മകനെ കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് കുഞ്ഞ് സദാസമയം ചെറിയച്ഛന്റെ കൂടെ ആയിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. കുഞ്ഞിനെ പല്ല് തേപ്പിക്കുന്നതും കുളിക്കുന്നതും എന്തിനു ഉറക്കുന്നത് വരെ മിക്കവാറും ഇയാൾ തന്നെയായിരിക്കും. അതിനൊക്കെ അയൽക്കാർ സാക്ഷികളാണ്. പക്ഷെ ആർക്കും യാതൊരു സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രതികരിച്ച ആൾ തന്നെ പറയുന്നുണ്ട്, മുമ്പ് കുഞ്ഞിനെ സദാസമയം എടുത്ത് നടക്കുന്നത് കണ്ടിട്ട് ഇയാൾ തന്നെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. വെറുതെ അങ്ങോട്ട് അടിച്ചു വിടാണ്. ഇയാൾക്കും ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ല. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മെയിനാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അടിച്ചു വിടാണ്. തുടർന്ന് എന്തിനാണെന്ന് വഴക്ക് പറഞ്ഞതെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അയാൾ ബബ്ബ പഠിച്ച എല്ലാവരും കണ്ടതാണല്ലോ. എന്തേലും ആവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ഇയാൾ കുഞ്ഞിനെ സദാസമയം എടുത്തുകൊണ്ട് നടക്കുന്നത് ആർക്കും സംശയം തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികം. കാരണം നമ്മുടെ ചേട്ടന്മാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ കുഞ്ഞുങ്ങൾ എടുത്ത് നടക്കാറില്ലേ, കൊഞ്ചിക്കാറില്ലേ? അതൊക്കെ എല്ലായിടത്തും നടക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാമവെറിയന്മാരെ പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമാണ്. ആർക്കും സംശയം തോന്നില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കേണ്ടവർ തന്നെയാണ് അവളെ കൊഞ്ചിക്കുന്നത്. ആർക്കും അത് കണ്ടാൽ സംശയം തോന്നില്ല. നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കുന്നു പോലും ഇല്ലല്ലോ. എന്തൊരവസ്ഥയാണല്ലേ. എന്തായാലും പ്രതിയുടെ മറ്റൊരു കൂട്ടുകാരന്റെ പ്രതികരണം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കളിച്ചോളുന്നത് എൻ്റെ പ്രായമായിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇങ്ങനെയൊന്നും ഇവൻ ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബാക്കി ബുദ്ധിമുട്ടല്ല. ഒരിക്കലും അവനെ വീട്ടിൽ കയറേണ്ട കൊണ്ടുതന്നെ ഞങ്ങൾ ഈ നാട്ടുകാരുടെ മൊത്തം വിളിച്ചുള്ള ഒരൊറ്റ ആൾ പോലും പുള്ളിക്ക് എതിരായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ആരും ഇവനെ എതിരല്ല. കാരണം ഇവൻ ആ കൊച്ചിനോടുള്ള സ്നേഹം നന്നായിട്ട് എപ്പോഴും കൊച്ചിനെ നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ നല്ല മാന്യന്മാരായിട്ട് ബിഹേവ് ചെയ്തിട്ട് വീട്ടിൽ വേറെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അപ്പം അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയുക? കാരണം നിങ്ങൾ അനുഭവസ്ഥരാണ്. അവർക്ക് വേറെ എന്തെങ്കിലും ദുശീലം കാണുന്നു ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഊഹിക്കേണ്ടി വരും. കാരണം വെച്ചാൽ അത്യാവശ്യം ഇച്ചിരി മദ്യപാനം ചെറിയ പരിപാടിയൊക്കെ ഉള്ളവനാക്കിയാണ് അതുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടി ഉള്ളവന് ഒരു സമൂഹത്തിൽ ഒരു പരിപാടി ഇല്ലാത്തതിന് വേറെ എന്തെങ്കിലും ഒരിക്കലും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ദുശീലങ്ങൾ കാണുമായിരിക്കാം. ഇപ്പോൾ ഈ കുഞ്ഞിന്റെ പിതാവിനെ സംബന്ധിച്ച് ഇപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതിൻ്റെ കൂടെ അനിയൻ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ ഇപ്പം എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഒരിക്കലും അവനെ ഇനി വീട്ടിൽ കയറ്റാം. അതുകൊണ്ടല്ല ഇന്നലെ കൊണ്ടുവരുന്നത്. ഇന്നലെ അച്ഛൻ മരിച്ചിരുന്നു, അപ്പോൾ പോലും കൊണ്ടുവരരുതെന്ന് പോലീസുകാർ ചോദിച്ചായിരുന്നു. നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഒരിക്കലും ഇവിടെ കൊണ്ടുവരണ്ടെന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. അച്ഛനും പറഞ്ഞു, അമ്മയും പറഞ്ഞു, എല്ലാവരും ഒരുമിച്ചാണ് പറഞ്ഞാണ് വേണ്ട ഇവിടെ കൊണ്ടുവരേണ്ട. സഹോദരന്മാരുമാണെങ്കിൽ പറഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല അല്ലേ? എങ്ങും വേണ്ട, അവനെ കാണണ്ടെന്ന് പറഞ്ഞു. കാരണം അവൻ ഇനി മകനല്ല. ഇനി കാരണം ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇത്രയും സ്നേഹം കാണിച്ചിട്ട് അവൻ ഈ പരിപാടി ചെയ്യാമെങ്കിൽ പിന്നെ അവന് മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല അവൻ കൊണ്ടുവന്നെ ചിലപ്പോൾ കൊന്നോളയും. ഇങ്ങോട്ട് കൊണ്ടുവന്നെ കൊലപാതകം നടക്കും. അവൻ പറയണേ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോകും. കരിമീനെ കൊന്നിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രതിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. യാതൊരു ദുശീലവും ഇല്ലാത്ത ആളാണ്. നാട്ടിലൊക്കെ എല്ലാ പരിപാടികളിലും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. മാന്യനാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തെന്ന് പറയുമ്പോൾ പലർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഇടയിലൊക്കെ ഇതുപോലെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ആട്ടിൻതോലിട്ട് ചെന്നായ്ക്കൾ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. സോ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാനുള്ള സമയം കണ്ടെത്തുക. ചെറിയ കുട്ടികളല്ലേ എന്നും പറഞ്ഞ് അവരെ അവഗണിക്കാതിരിക്കുക. കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയാൽ തന്നെ അവർ ഒരുവിധ കാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്നു പറയും. പിന്നെ എത്ര അടുത്ത ബന്ധുവിന്റെ കൂടെ ആണെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ മേലൊരു കണ്ണുണ്ടായിരിക്കണം. എല്ലാവരും ഇതുപോലെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നവരൊന്നുമല്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണല്ലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.